എല്ലാവർക്കും നമസ്കാരം. കേരള വിഷൻ്റെ നാട്ടുപോരിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ പരപ്പനങ്ങാടി നഗരസഭയിലാണുള്ളത്. പരപ്പനങ്ങാടി നഗരസഭയുടെ ഭരണസമിതിയുടെ ഭരണ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ളത് നഗരസഭയുടെ ചെയർമാൻ പി ഷാഹുൽ ഹമീദ്, സ്വാഗതം. ശ്രീ ടി കാർത്തികേയൻ, CPIM ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. മറ്റൊന്ന് NDAയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉള്ളത് സി ജയദേവൻ, സ്വാഗതം. 3 പേരെയും വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ കഴിഞ്ഞ 63 വർഷങ്ങളായി UDF ആണ് പരപ്പനങ്ങാടി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും കാലയളവിൽ ഇവിടെ പറയത്തക്ക എന്ത് വികസന പ്രവർത്തനങ്ങളാണ് UDF ഇവിടെ നടത്തിയിട്ടുള്ളത്? പരപ്പനങ്ങാടി നഗരസഭ ആയത് 2015-ലാണ്. നഗരസഭ ആവുന്നതിന് പരപ്പനങ്ങാടി പഞ്ചായത്ത് ഭരണസമിതികൾ ഒരു ടേം ഒഴികെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ UDFും ആണ് ഭരിച്ചിരുന്നത്. ആ ഭരിച്ച സമയത്തുണ്ടായിട്ടുള്ള പരപ്പനങ്ങാടിയുടെ പ്രാഥമികമായ വികസന പ്രവർത്തനങ്ങളും ആവശ്യമായ പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പരപ്പനങ്ങാടിയിലെ ഒട്ടുമിക്ക സ്കൂളുകളുമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ഓടുകൾ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളായിരുന്നു. അത് സ്വന്തമായ കെട്ടിടങ്ങളിലേക്ക് മാറ്റി ഗവൺമെൻറ് സ്കൂളുകൾ വളരെ ഫലപ്രദമായ രീതിയിൽ ബിൽഡിങ്ങുകൾ കൊണ്ടുവരുന്നത് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന UDF സംവിധാനമാണ്. അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിലെ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് പുത്തരിക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് താൽക്കാലികമായ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അത് സ്വന്തമായ സ്ഥലം പഞ്ചായത്ത് വാങ്ങുകയും ഇന്ന് കാണുന്ന ഒരു വലിയ ഒരു ഹോസ്പിറ്റലായി ഉയർത്തുകയും ചെയ്തത് ഈ ഭരണസമിതിയുടെ പരപ്പനങ്ങാടിയിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അതുപോലത്തെ പരപ്പനങ്ങാടിയിൽ എന്ന് പറയുന്നത് ചുറ്റും പുഴകളായി ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഈ പാലം നിർമ്മിച്ചതും നഹാസാഹിബിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ കടലോണ്ടി പാലവും നിർമ്മിച്ചത് പ്രിയപ്പെട്ട നഹാസാഹിബിൻ്റെ കാലഘട്ടത്തിലാണ്. ന്യൂക്കെട്ട് പാലം, പൂരപ്പുഴ പാലമടക്കം നമ്മുടെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും നടത്തിയത് ഈ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു കടലാക്രമണ ഭീഷണി. കേരളത്തിൽ ആദ്യമായി കടലാക്രമണ ഭീഷണി നേരിടുന്നതിന് വേണ്ടി കടൽഭിത്തി നിർമ്മിച്ചത് നഹാസാഹിബിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഒരുപാട് കോളനികൾ, ലെപ്രസി കോളനി, ഫിഷർമെൻ കോളനി, SC കോളനി അടക്കമുള്ള അന്നത്തെ ആളുകൾക്ക്, വീടില്ലാത്ത ആളുകൾക്ക് അവർക്കൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇത്തരം കോളനികൾ ആ ഒരു സാഹചര്യത്തിൽ ആവശ്യമായ ഘട്ടത്തിൽ അത് ഉണ്ടാക്കി കൊണ്ടുവന്നതും ഈ ഒരു ഭരണസമിതിക്കാരനും. അതുപോലെ തന്നെ ഒട്ടനവധി എല്ലാ റോഡുകളും, പരപ്പനങ്ങാടി എന്ന് പറയുന്നത് ഒരു ഗതാഗത യോഗ്യമായ ഒരു ഗ്രാമീണ ഒരു സ്ഥലമായിരുന്ന ഒരു പ്രദേശത്തെ ഒരു നഗരവൽക്കരണത്തിലേക്ക്, ഒരു നഗരസഭ എന്ന് പറയുന്ന ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കാരണമായത് ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്താണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവർ. 63 വർഷമായിട്ട് ഭരണം ഉണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷമാണ് മുനിസിപ്പാലിറ്റി ആയിട്ട് ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കഴിഞ്ഞ കാലയളവിലെ ഭരണത്തെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു പഞ്ചായത്ത് അത് വികസിച്ച് മുനിസിപ്പാലിറ്റി ആവുന്ന സമയത്ത് പ്രാഥമികമായിട്ട് ആ നഗരസഭയിലെ ശുചിത്വവുമായി ബന്ധപ്പെട്ടാണ് ലോകത്തെല്ലായിടത്തും നഗരസഭകൾ അറിയപ്പെടുന്നത്. 63 വർഷം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഭരിച്ചിട്ട് ആ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പരപ്പനങ്ങാടിയിൽ ഒരു പൊതു ബസ് സ്റ്റാൻഡ്, പരപ്പനങ്ങാടിയെ 2 പ്രദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പരപ്പനങ്ങാടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരു വ്യക്തി 1 ഏക്കർ സ്ഥലം ശ്മശാനത്തിനു വേണ്ടി, പൊതു ശ്മശാനത്തിനു വേണ്ടി നൽകിയെങ്കിലും അവിടെ ആധുനിക രൂപത്തിലുള്ള ഒരു സംസ്കരണ കേന്ദ്രം നിർമ്മിക്കാൻ, ഒരു ഗ്യാസിൻ്റെ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാൻ
ശ്മശാനം സ്ഥാപിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവർ നേട്ടമായി കാണുന്നത് പ്രധാനമായിട്ടും മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആ തീരദേശത്ത് മതിൽ കെട്ടി കടൽ ഭിത്തി കെട്ടിയതും അതേപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിടവുമായി ബന്ധപ്പെട്ട കോളനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അത് അന്ന് EMS സർക്കാരിൽ ലീഗ് ഉണ്ടായ സമയത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അത് കേരളത്തിൽ മൊത്തം വന്നിട്ടുണ്ട്. പരപ്പനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണസമിതിയുടെ മിടുക്ക് കൊണ്ട് നടക്കേണ്ട ഒരു ഭരണം പരപ്പനങ്ങാടിയിൽ നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 5 വയസ്സായ കുട്ടിക്ക് ഒരു ചെറിയ സൈക്കിൾ വേണം, അത് 10 വർഷം കഴിഞ്ഞിട്ട് 10ാമത്തെ വയസ്സ് കിട്ടിയിട്ട് കാര്യമില്ല. ഇതാണ് നഗരസഭയുടെ പൊതു അവസ്ഥ. എന്താണ് കഴിഞ്ഞ ഭരണത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? പരപ്പനങ്ങാടി നഗരസഭ ഇതുവരെ ഭരിച്ചത് UDF ആണ്. പക്ഷേ പരപ്പനങ്ങാടിയിൽ ഇന്നത്തെ തലമുറ പരപ്പനങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ പരപ്പനങ്ങാടിയിൽ എന്ത് വികസനമാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. പരപ്പനങ്ങാടി നഗരസഭയുടെ മുന്നിൽ നിൽക്കുന്ന പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളാണ് പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്ന പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. പരപ്പനങ്ങാടിയിൽ ഒരു നെടുവ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെ പ്രസവം അതുപോലെ തന്നെ മറ്റ് കിടത്തി ചികിത്സ വരെ നടന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, അതിൻ്റെ എല്ലാവിധ പരിപാലനവും പരപ്പനങ്ങാടി നഗരസഭയ്ക്കായിട്ട് പോലും ഇന്നേ വരെ ജനസംഖ്യ വർദ്ധിച്ചിട്ടും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയായി മാറിയിട്ടും നെടുവ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഇന്ന് ശോചനീയാവസ്ഥയിലാണ്. കെട്ടിടം തന്നെ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ചെട്ടിപ്പടി ഹെൽത്ത് സെൻ്റർ. അതുപോലെ തന്നെ 2 പ്രദേശമാണ് പരപ്പനങ്ങാടിയിലുള്ളത്. ഒന്ന് പരപ്പനങ്ങാടി മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നെടുവ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും. പക്ഷേ പരപ്പനങ്ങാടി നഗരസഭ ഏറ്റവും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ പടിഞ്ഞാറൻ മേഖലയിൽ അവർ വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വികസനമെല്ലാം തന്നെ കടപ്പുറം മേഖലയിലേക്കാണ് ഇതുവരെ പോയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഒരു ഹാർബർ വന്ന് എന്നിട്ട് പോലും ഒരു മത്സ്യ സംസ്കരണ യൂണിറ്റ് പോലും പരപ്പനങ്ങാടി തീരദേശ മേഖലയിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല പരപ്പനങ്ങാടി നഗരസഭ ടൂറിസം മേഖലയ്ക്കാണ് കൂടുതൽ പ്രകൃതി സംബന്ധമായിട്ട് നിലനിൽക്കുന്നത്. ഒരു ഭാഗം കടലും 2 ഭാഗം പുഴയും ആയി തീർന്നിട്ട് പോലും ടൂറിസത്തിനെ സംബന്ധിച്ച് ഇന്നേ വരെ നിരവധി ചർച്ചകൾ നടന്നിട്ട് പോലും പരപ്പനങ്ങാടിയിൽ മൊത്തം വികസനം, പരപ്പനങ്ങാടിൻ്റെ വരുമാനം കിട്ടാവുന്ന ഏറ്റവും വലിയ ടൂറിസം പദ്ധതി പോലും പരപ്പനങ്ങാടി നഗരസഭയിൽ പുതിയ തലമുറ നിരവധി ചർച്ചകൾ നടന്നിട്ട് പോലും പരപ്പനങ്ങാടി നഗരസഭ അത് ശ്രദ്ധിക്കാത്ത, ഇതുവരെ അത്തരത്തിലൊരു ചർച്ച പോലും പരപ്പനങ്ങാടി നഗരസഭയിൽ ബോർഡ് മീറ്റിങ്ങിൽ പോലും ഭരണകക്ഷി നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ നമ്മൾ പരപ്പനങ്ങാടി ഏതൊരു നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡ് ഇന്നത്തെ കാലത്ത് ജനസംഖ്യ എത്രയും വളരെ യാത്രക്കാരൊക്കെ ധാരാളം സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇതുവരെ ഒരു ബസ് സ്റ്റാൻഡ് നല്ലൊരു ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഇതുവരെ നിർമ്മിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയാതിരുന്നത്? പരപ്പനങ്ങാടി നഗരസഭയിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്ക് വശത്ത് കോഴിക്കോട്ടും അതേപോലെ തിരൂരിലേക്കും അതേപോലെ തന്നെ മലപ്പുറം മഞ്ചേരിയിലും ഭാഗത്തേക്ക് അവിടെ നിന്നാണ് ബസ്സുകൾ പോയിരുന്നത്. ഓവർ ബ്രിഡ്ജ് വന്ന സമയത്താണ് ഏകദേശം 20 വർഷക്കാലത്തിന് ശേഷമാണ് പരപ്പനങ്ങാടിയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ള ആവശ്യം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ് സ്റ്റാൻഡിന് അന്ന് ഭരിച്ചിരുന്ന LDF സർക്കാരാണ് അന്ന് കേരളം ഭരിച്ചിരുന്നത്. അന്നത്തെ ഭരണസമിതി പുറപ്പെട്ട ഉമ്മറൊട്ടുമ്പൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി പരപ്പനങ്ങാടിയിൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പ്രപ്പോസലിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കുകയും 2 പ്രപ്പോസൽ ലഭിക്കുകയും ചെയ്തു. ഒന്ന് PK മുഹമ്മദ് ജമാൽ സാഹിബിൻ്റെ വീട് നിൽക്കുന്ന ആ പെട്രോൾ പമ്പുള്ള പ്രപ്പോസലും മറ്റൊന്ന് നിരവധി പരപ്പനങ്ങാടി നഗരസഭയുടെ തൊട്ടടുത്തുള്ള ആ ഒരു പെട്രോൾ പമ്പുള്ള ഒരു പ്രദേശവുമാണ്. ഏറ്റവും നല്ല പ്രദേശം നൽകി PK ജമാൽ സാഹിബിൻ്റെ പ്രപ്പോസൽ അംഗീകരിക്കാമെന്ന് അന്നത്തെ ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ സർക്കാരിന് ഇതിന് അനുമതിക്ക് വേണ്ടി അയച്ച സമയത്ത് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ
ഇവിടെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും അത് വരാതിരിക്കാൻ അന്ന് ശ്രമിക്കുകയും ചെയ്തു. ആ LDF സർക്കാർ അന്ന് ഇതിന് അനുമതി തരാത്തതിൻ്റെ ഫലമായിട്ടാണ് ബസ് സ്റ്റാൻഡ് അന്ന് വരാത്തത്. പിന്നീട് വന്ന UDF സർക്കാർ എന്തുകൊണ്ടാണ് ഇത് പിന്നെ ഈ ഒരു പ്രപ്പോസൽ അംഗീകരിക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമാൽ സാഹിബിനെതിരെ രൂക്ഷമായ ആക്ഷേപങ്ങളും ജമാൽ സാഹിബിനെതിരെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത്. പിന്നീട് പുതിയ ഭരണസമിതി വന്നു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് മേഖലയിൽ ബസ് സ്റ്റാൻഡിന് ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് വെച്ച് പത്രത്തിൽ 2 തവണ പരസ്യം കൊടുത്തു. പരപ്പനങ്ങാടി സംബന്ധിച്ച് പരപ്പനങ്ങാടി ഭൂമി ലഭ്യത കുറവുള്ളൊരു പ്രദേശമാണ്, ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. ആ നിലക്ക് ആരും തന്നെ ആ ഒരു പത്രപരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന പ്രപ്പോസൽ സ്വീകരിക്കാൻ തയ്യാറല്ല. രണ്ടാമതും ഇതേ പ്രൈവറ്റ് മേഖലയിലെ ഇനി ബസ് സ്റ്റാൻഡ് അന്ന് കഴിയൂ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് നമ്മൾ പിന്നീട് നമുക്ക് സ്ഥലം ലഭ്യമല്ല, മറ്റ് സ്ഥലം ആരും തരാനും തയ്യാറല്ല. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന LDF കഴിഞ്ഞ തവണ മത്സരിച്ച LDF സ്ഥാനാർത്ഥിയുടെ സ്ഥലം പരപ്പനങ്ങാടി തൊട്ടടുത്തുണ്ട്. അദ്ദേഹം പോലും എന്ത് ചെയ്യില്ല, ഇവിടെ ഈ സ്ഥലം തയ്യാറായില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പുതിയ ഭരണസമിതി പ്രിയപ്പെട്ട കാർത്തികേയനോട് ഞങ്ങൾ സംസാരിക്കുകയും നമ്മൾ പരപ്പനങ്ങാടി നഗരസഭയുടെ തൊട്ടടുത്ത ബാക്കിലുള്ള ആ ഒരു മത്സ്യ മാർക്കറ്റിൻ്റെ സ്ഥലം നമ്മുടെ സ്ഥലമായതുകൊണ്ട് നമുക്കവിടെ ബസ് സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ഐക്യകണ്ഠേന മുനിസിപ്പൽ ഭരണസമിതി അത് തീരുമാനമെടുക്കുകയും സർക്കാരിന് വേണ്ടി അയക്കുകയും ചെയ്തു. ആ സമയത്താണ് നമുക്ക് വില്ലേജ് ഓഫീസ് പൊളിക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ഈ ആവശ്യം വന്ന സമയത്ത് ഈ ഒരു സർക്കാർ അനുമതിക്ക് വേണ്ടി നമ്മൾ അയച്ചു. ഇവിടെ നിന്നുള്ള എല്ലാ ഫയൽ വർക്കുകളും തീർത്തു. ജില്ലാ കളക്ടറടക്കം അതിന് അനുമതി നൽകി സർക്കാരിനെ അയച്ചിട്ട് സർക്കാരിൻ്റെ കളക്ടറേറ്റിലെ എല്ലാ ഓഫീസുകളിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും നീങ്ങി അവസാനം മന്ത്രിയുടെ മേശപ്പുറത്തെത്തി. റവന്യൂ മന്ത്രിയാണ് ഇതിൻ്റെ അനുമതി നൽകേണ്ടത്. 2 വർഷക്കാലം റവന്യൂ മന്ത്രി ഈ ഫയൽ ഒപ്പിടാതെ അവിടെ വെച്ചു. അതിനുശേഷമാണ് നമ്മൾ പരപ്പനങ്ങാടിയിൽ ഞാൻ നഗരസഭ ചെയർമാനായതിനു ശേഷം പരപ്പനങ്ങാടിയിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ പാർട്ടികളുടെ മീറ്റിംഗ് വിളിച്ചു കൂടുകയും നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ഒരു അനുമതിക്ക് വേണ്ടി നമ്മൾ നീങ്ങണമെന്ന് തീരുമാനിക്കുകയും മന്ത്രി അടുത്ത് പോവുകയും മന്ത്രി 2 മാസത്തിനുള്ളിൽ അതിന് ഫയലിന് ഒപ്പിടുകയും ചെയ്തു. അത് 2 വർഷം നഷ്ടപ്പെട്ടത് റവന്യൂ മന്ത്രി ആ ഫയലിന് ഒപ്പിടാത്തതിന്റെ ഫലമായിട്ടാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇതിനൊരു അനുമതി കിട്ടാഞ്ഞിട്ടാണ് ഇത് നീണ്ടുപോയത് എന്നുള്ളതാണ് അദ്ദേഹം ചുരുക്കി പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അത് വസ്തുതാവിരുദ്ധമാണ്. ജമാൽ സാഹിബിൻ്റെ ഈ സ്ഥലം ബസ് സ്റ്റാൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപ്പോസൽ വന്ന സമയത്ത് അദ്ദേഹം നഗരസഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നഗരസഭയുടെ എല്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാനും അതേപോലെ തന്നെ ഉമ്മറക്കലും ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. അവർ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ അന്നത്തെ പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കാരണം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടായിരിക്കണം പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പരപ്പനങ്ങാടിയിലെ പൊതുജനങ്ങളുടെ കാഴ്ചപ്പാട് അത് തന്നെയായിരുന്നു. അതിന് പകരം 1 കിലോമീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അതിലൊരു പ്രയാസമായി മാറും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റാൻഡ് അവിടെ കിടന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയത്തിൽ ഈ പരപ്പനങ്ങാടിയുടെ വികസനം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ തലയിൽ മാത്രമാണെന്നുള്ളൊരു ചിന്ത പരപ്പനങ്ങാടിയിലെ പ്രാദേശിക നേതാക്കന്മാർക്കുണ്ട്. മറ്റൊരാരെയും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു കുടില ബുദ്ധിയാണ് പരപ്പനങ്ങാടിയുടെ വികസനത്തിന് തടസ്സം. ഇപ്പം ചെയർമാൻ സൂചിപ്പിച്ചു 2 വർഷം അവിടെ കിടന്നു. രണ്ടാമത്തെ പ്രാവശ്യം സർവകക്ഷികളുമായി ആലോചിച്ച് ഒരു പ്രതിനിധി സംഘം പോയ സമയത്ത് അത് നൂലാമാലകളൊക്കെ നീങ്ങിയെന്ന്. അങ്ങനെ ഏതൊരു വിഷയത്തിലും പരപ്പനങ്ങാടിയുടെ പ്രാദേശിക വിഷയത്തിൽ ഒരു പൊതു സമവായം ഉണ്ടാക്കി ജനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ഒരു പൊതു കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ത്വരിതഗതിയിൽ പരപ്പനങ്ങാടിയുടെ വികസനം നടക്കും. പക്ഷേ അതിന് മുസ്ലിം ലീഗ് എന്ന പാർട്ടി തയ്യാറില്ല എന്നുള്ളതാണ് പരപ്പനങ്ങാടിയുടെ വികസന മുരടിപ്പിന് പ്രധാന കാരണം. ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ബസ് സ്റ്റാൻഡ് നിങ്ങൾ പ്രപ്പോസൽ വെച്ചു, അത് അംഗീകരിച്ചില്ല, പക്ഷേ അവിടെ കിടന്നു. പക്ഷേ പിന്നീട് ഇതൊക്കെ എന്ന് പറയുന്നത് ജനകീയമായി എല്ലാവരുടെയും ഒരു സമ്മതത്തോട് കൂടിയിട്ടൊക്കെ ആളുകളുടെ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ്. അവിടെ എന്താണ് ഭരണസമിതി ഒരു അനാസ്ഥ കാണിച്ചതെന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇവിടെ ഇപ്പോൾ മറ്റൊന്ന് നമ്മൾ ടൂറിസത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളെ പരപ്പനങ്ങാടിയുടെ നോക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞിവിടെ നമുക്കൊരു കടലോര പ്രദേശമാണ് ഒരു ഭാഗം ഇവിടെ ഒരുപാട് കൽപ്പുഴ, ന്യൂക്കട്ട്, ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് സാധ്യതകളൊരു മേഖലയാണ്. എന്തുകൊണ്ടാണ് പരപ്പനങ്ങാടി നഗരസഭയിൽ ഇത്തരം ഒരു ടൂറിസത്തിന് എല്ലാ സ്ഥലങ്ങളിലും ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ? എന്തുകൊണ്ട് പരപ്പനങ്ങാടിയിലെ നഗരസഭ ഭരണസമിതി അത്തരം ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ടില്ല? അത് പറയുന്നതിന് മുമ്പ് വികസന മുരടിപ്പ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ജയദേവൻ്റെ അടക്കം
ഉള്ള സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളുകളാണ്. അവരിപ്പോൾ പോസ്റ്ററിൽ പറഞ്ഞുള്ളത് വികസന തുടർച്ചയ്ക്ക് എന്നെ വിജയിപ്പിക്കണമെന്നാണ്. പരപ്പനങ്ങാടിലെ വികസനം എന്ന് പറയുന്നത് എല്ലാവരുടെയും വികസനമാണെന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററിലൂടെ തന്നെ അദ്ദേഹം തെളിച്ചിട്ടുണ്ട്. ശ്രീ ദേവൻ ആലുങ്ങലിൻ്റെ പോസ്റ്ററിലും അദ്ദേഹം പറഞ്ഞത് വികസന തുടർച്ചയ്ക്ക് എന്നെ വിജയിപ്പിക്കണമെന്നാണ്. പരപ്പനങ്ങാടിൽ മത്സരിക്കുന്ന LDF-ൻ്റെ കൗൺസിലർമാരായി വന്ന സ്ഥലങ്ങളിൽ മുഴുവൻ സ്ഥലങ്ങളിലും വികസന തുടർച്ചയ്ക്ക് എന്നെ വിജയിപ്പിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം വികസനം നടന്നിട്ടുള്ളതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, പിന്നെ ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, അങ്ങോട്ട് അടുത്ത ഇതിൽ പോകാം. ഇപ്പം നമ്മൾ 2 പ്രപ്പോസലുണ്ട്. ഒന്ന്, മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണം ഏകദേശം 10 ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. ചെട്ടിപ്പടി ആലങ്ങൽ ബീച്ച് പ്രദേശത്താണ്. രണ്ടാമത്തുള്ള ഒരു തന്നെ നമ്മൾ അമൃത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂക്കട്ടിൽ 1,16,00,000 രൂപയുടെ മറ്റൊരു ടൂറിസം പദ്ധതിയും അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അബ്ദുറബ്ബ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയാണ സമയത്ത് 1.5 കോടി രൂപയുടെ ടൂറിസം പദ്ധതി AS-ഉം ടെൻഡറുമായ പദ്ധതി UDF സർക്കാർ മാറി LDF ആയതിനു ശേഷം ആ പദ്ധതി അനുമതി നിഷേധിക്കുകയും ആ ടെൻഡർ ക്യാൻസലും ചെയ്തിട്ടുള്ളത്. വർക്ക് ആരംഭിച്ച പദ്ധതി അത് ക്യാൻസൽ, ആ വർക്ക് ടെൻഡർ ക്യാൻസൽ, ആ പദ്ധതി നിർത്തലാക്കിയത് ഈ LDF സർക്കാരാണ്. അങ്ങനെ ഇവിടെയുള്ള എല്ലാ വികസനങ്ങളിലും ഇത്തരത്തിൽ ഈ കാർത്തികേയൻ്റെ വാക്ക് ഉപയോഗിച്ചാൽ തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികൾ നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു കുടില ചിന്താഗതിയാണ് ഈ പരപ്പനങ്ങാടിയിലെ ഈ മാറി വരുന്ന നമ്മൾ ചില പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് സർക്കാർ മാറുമ്പോൾ ആ പദ്ധതി ഇല്ലാതാവുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് പാൽത്തിങ്ങൽ ടൂറിസം പദ്ധതി. വികസന തുടർച്ചയ്ക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ ഭരണസമിതിയെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? വികസന തുടർച്ചയ്ക്ക് വോട്ട് തേടിയത് നഗരസഭേൻ്റെ വികസനമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനമാണ് പരപ്പനങ്ങാടിയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ. ഈ പാലത്തുങ്ങൽ കൊട്ടന്തലയിൽ ഉയർന്നു നിൽക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം ഒരു വികസനം ഒന്ന് ആ വാർഡിൽ പറഞ്ഞ വികസനം എൻ്റെ വാർഡിലുണ്ട്. ഈ പരപ്പനങ്ങാടിയിൽ പ്രധാനമായിട്ട് 63 വർഷം ഭരിച്ചിട്ടും വികസനം നടക്കാത്തത് മുസ്ലിം ലീഗിൻ്റെ പടലപ്പിണക്കം കാരണമാണ്. അല്ലെങ്കിൽ മറ്റേ നഗരസഭയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നീങ്ങുകയാണെങ്കിൽ പരപ്പനങ്ങാടിൻ്റെ വികസനം 2 വർഷം കൊണ്ട് മുഴുവൻ ആളുകളെ എന്താണോ സ്വപ്നം കാണുന്നത് ആ വികസനം നടക്കും. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാനും കാർത്തികേയനും കൂടെ മുൻ ചെയർമാൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിൽ ഒരു സർവകക്ഷി വിളിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും നഗരസഭൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിൽ വലിയൊരു വികസന രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടുവരണം. അതിനൊരു സർവകക്ഷി വിളിച്ചിട്ട് വലിയൊരു പ്ലാൻ എസ്റ്റിമേറ്റും തയ്യാറാക്കി ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും പോകണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ 5 വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്നേ വരെ പരപ്പനങ്ങാടി നഗരസഭ അത്തരത്തിലുള്ള ഒരു സമീപനം പരപ്പനങ്ങാടി നഗരസഭ ചെയർമാനോ മുൻ ചെയർമാനോ സ്വീകരിച്ചിട്ടില്ല. അത് കാരണമാണ് ഈ പരപ്പനങ്ങാടിയിൽ ഒരു വികസനവും നടക്കാത്തത്. പരപ്പനങ്ങാടി നഗരസഭ ഭരിക്കുന്ന കക്ഷിക്ക് സംസ്ഥാന ഭരണമില്ല, കേന്ദ്ര ഭരണമില്ല എന്ന നിലയ്ക്ക് പരപ്പനങ്ങാടിൻ്റെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് പരപ്പനങ്ങാടിയിൽ എന്ത് വികസനമാണ് നടത്തേണ്ടതെന്ന് ചെയർമാനൊന്ന് വ്യക്തമാക്കണം എന്നൊക്കെ പറയാനുള്ളത്. സർവകക്ഷി യോഗം സർവകക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വികസനം സാധ്യമല്ലേ? ഇപ്പം എനിക്ക് ഇടതും വലതും മറുപടി പറയാനുണ്ട്. അപ്പം എനിക്ക് സമയം തരണം. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അത് ജയദേവന് അറിയാത്തതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാർ മുനിസിപ്പാലിറ്റികൾക്ക് നേരിട്ട് ഫണ്ടുകൾ കൊടുക്കാറില്ല. അത് സംസ്ഥാന സർക്കാർ മുഖേന ആണ് വരാറുള്ളത്. അതിൻ്റെ ഭാഗമായി ഏകദേശം 60 കോടി രൂപയുടെ നമുക്ക് ഈ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. 22 കോടി രൂപയുടെ അമൃത് പദ്ധതിയിലെ കുടിവെള്ള പദ്ധതി, 5 നഗരസഞ്ചയം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളണം കുടിവെള്ള പദ്ധതി ലഭിച്ചു. ഇപ്പോൾ അവസാനം 15 കോടി രൂപയുടെ നമ്മുടെ തീരദേശ കുടിവെള്ള പദ്ധതി അനുമതി ലഭിച്ചു. ഈ കടലുണ്ടിപ്പുഴ സംരക്ഷണത്തിനുണ്ട് ഏകദേശം 1,60,00,000 രൂപയുടെ പദ്ധതി ലഭിച്ചു. അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ. ഈ സ്കീമുകൾ വരുന്നത് നമ്മൾ നേരിട്ട് സ്കീമുകൾ കിട്ടാറില്ല. ഇതൊക്കെ സംസ്ഥാന സർക്കാർ മുഖേന ഈ സ്കീമുകൾ ലഭിക്കുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ CHCയുടെ കാര്യം പറഞ്ഞു. CHC നെടുവ അവിടെ നമ്മൾ കുറേ കാലം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. മുനിസിപ്പാലിറ്റി ഫണ്ട് കൊണ്ട് ആ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ കഴിയാൻ പരിമിതമായ ഫണ്ടാണ്. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ PMJYK പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 4,80,00,000 രൂപയുടെ പ്രപ്പോസൽ DPR സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അയച്ചിരുന്നു. ജില്ലയിൽ നിന്ന് ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ പോയ സാധനം സംസ്ഥാനത്ത് നിന്ന് ആ പേര് വെട്ടി നമ്മുടെ CHCൻ്റെ പേര് വെട്ടി, അതുകൊണ്ട് നമുക്ക് ഫണ്ട് നഷ്ടപ്പെട്ടു.
അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു കാര്യമില്ല. കാരണം ഈ സ്കീമുകൾക്ക് വരുന്നത് അല്ല, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് തടഞ്ഞു വെക്കുകയാണ്. നമുക്ക് PMJYK പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ സ്കീമാണ്. ഈ ഹോസ്പിറ്റലുകളുടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് ലഭിക്കുന്ന ഫണ്ടുകളാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു CHCയുടെ ബിൽഡിംഗ്. ശോചനീയാവസ്ഥയാണ്, ശരിയാണ്. പക്ഷേ ആ പദ്ധതിക്ക് പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കണം. ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി മുഖേനയാണ് ലിസ്റ്റ് പോകുന്നത്. അബ്ദുറഹ്മാൻ അടക്കം അന്ന് നമ്മൾ പോയി കണ്ടിരുന്നു ആ വിഷയത്തിൽ. പക്ഷേ സ്റ്റേറ്റിൽ നിന്ന് പോയ ലിസ്റ്റിൽ ആ പേര് വെട്ടിയതുകൊണ്ട് നമുക്ക് ആ പദ്ധതി നഷ്ടപ്പെട്ടു, ഫണ്ട് കിട്ടിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു അസഹിഷ്ണുത കാണിക്കുന്നുണ്ടോ? എന്താണത്? അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒരു നഗരസഭയാകുന്ന സമയത്ത് ഏതൊരു ക്രെഡിറ്റ് പോകുന്നുള്ളതാണോ? ഒരു വീടിലെ ചെലവടക്കം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടാണ് മുന്നോട്ട് പോവുക. പരപ്പനങ്ങാടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ് പരപ്പനങ്ങാടി നഗരസഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഇപ്പോൾ ഇവിടെ പറഞ്ഞു നഹാ സാഹിബ് ടൂറിസം പദ്ധതിക്ക് പൈസ, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല ചേട്ടാ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നാ? ആരും അറിഞ്ഞിട്ടില്ല. അവർ പിന്നെ ലീഗ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് ആലോചിച്ച് പ്രപ്പോസൽ കൊടുക്കുന്നു. ജനങ്ങളുമായിട്ട് യാതൊന്നും ആലോചിക്കാതെ പദ്ധതികൾ മകന്റെ അവരങ്ങനെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. പക്ഷേ ഇവിടെ വേണ്ടത് എന്താണ്? പരപ്പനങ്ങാടി നഗരസഭയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷം ഏറ്റവും ചുരുക്കിയത് മലപ്പുറം ജില്ലാ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നത് ഒരു 20-30 തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനോട് ക്രിയാത്മകമായിട്ട് ഞങ്ങൾ സഹകരിച്ചു. ടൂറിസം പദ്ധതികൾ എന്ത് വേണം കൂട്ടമായിട്ട് ആലോചിച്ചു, പദ്ധതികൾ കണ്ടെത്തി, ഗ്രൗണ്ട് എങ്ങനെ വേണം, പിന്നെ കായിക സമുച്ചയങ്ങൾ എങ്ങനെ വേണം, അതേപോലെ തന്നെ റോഡുകൾ എങ്ങനെ വേണം, പിന്നെ മാർക്കറ്റുകൾ എങ്ങനെ വേണം, മത്സ്യ മാർക്കറ്റ് എങ്ങനെ വേണം, എല്ലാ വിഷയത്തിനെ സംബന്ധിച്ചിട്ടും മാസ്റ്റർ പ്ലാനെ സംബന്ധിച്ചിട്ടും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു. ഈ കൗൺസിലറായുള്ള കൂളത്ത് അസീസൊക്കെ വളരെ അതിനോട് സഹകരിച്ച ആളാണ്. പക്ഷേ അതും നഗരസഭയിൽ പാസ്സാക്കി അതൊരു പദ്ധതിയായിട്ട് ഒരു പ്ലാനിങ് 50 വർഷത്തേക്ക് അപ്പുറത്തുള്ള ഒരു പരപ്പനങ്ങാടി വിഭാവനം ചെയ്യുന്ന കാര്യത്തിൽ പരപ്പനങ്ങാടി നഗരസഭയുടെ ഭരണം കൈയാളുന്ന ആളുകൾ തീർത്തും പരാജയപ്പെട്ടു. ഇന്നും പരപ്പനങ്ങാടിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നുള്ളതാണ് ഈ പരപ്പനങ്ങാടി നഗരസഭ ഈ ഇരുട്ടത്ത് കാരണം. ദീർഘവീക്ഷണത്തോടെ ആസൂത്രണം ഇല്ല എന്നാണ് പറയുന്നത്. അതല്ല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ മുഴുവൻ കേട്ടതിന് ശേഷം പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 5 വർഷമല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് മാസ്റ്റർ പ്ലാൻ തുടങ്ങിയത്. ഞാൻ പറയട്ടെ, അതായത് മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കേൾക്കുന്ന ആളുകൾക്കും വലിയ സംഭവമാണ്. പക്ഷേ അവനവൻ്റെ വീടിൻ്റെ അടുത്ത് കൂടി പോകുന്ന റോഡ് നിലവിൽ 4 മീറ്റർ ആണെങ്കിൽ മാസ്റ്റർ പ്ലാൻ 8 മീറ്റർ ആക്കണം. അങ്ങനെ 8 മീറ്റർ ആക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാകുമ്പോൾ ജനങ്ങളുടെ ശബ്ദം കൂടി അഡ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കൂ. അതിന് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പെട്ടെന്ന് മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്യേണ്ട സാരമില്ല. കാരണം ജനങ്ങളുടെ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തലാക്കേണ്ടി വരും. അപ്പോൾ ജനങ്ങളെ കേൾക്കണം, അവരാവശ്യങ്ങൾ കേൾക്കണം. ഞങ്ങൾ കുറേ ഡിസ്കസ് ഇരുന്നിരുന്നു. അതിൻ്റെ ഒരു ഏകദേശം 90% കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ നിലമ്പൂർ ഭരിക്കുന്ന നഗരസഭ ഭരിക്കുന്ന LDF ഭരിക്കുന്ന അവിടെ മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ടില്ല. ആകെ മലപ്പുറം ജില്ലയിൽ 3 മുനിസിപ്പാലിറ്റികൾ മാത്രം മാസ്റ്റർ പ്ലാൻ ചെയ്തത്. അത് 30 വർഷം ദീർഘവീക്ഷണത്തോടെ ഞാൻ പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ബഹുമാന്യനായ അബ്ദുൽ റബ്ബിന്റെ ഒരു മണ്ഡലമായിരുന്നു ഇതെന്നുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ അദ്ദേഹം. ഇവിടെ സർക്കാർ ഗവൺമെന്റ് തലത്തിൽ +2 സൗകര്യമുള്ളൊരു ഹൈസ്കൂളിൽ +2 ഇതുവരെ തുടങ്ങിയിട്ടില്ല. നല്ല ചോദ്യമാണ്. അതായത് അബ്ദുൽ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്താണ് ഈ പാൽത്തിങ്കൽ സ്കൂള് UP സ്കൂളാക്കുന്നത്. അതേപോലെ തന്നെ നെഡ്വ സ്കൂൾ ഹൈസ്കൂളാക്കുന്നത്. പുത്തൻകടപ്പുറം LP സ്കൂൾ UP സ്കൂളാക്കുന്നത്. പിന്നീട് മന്ത്രിസഭ മാറി പിന്നെ അത് ഹയർ സെക്കൻഡറി സ്കൂളാക്കേണ്ടത് ആരാണ്? LDF സർക്കാരാണ്. ഈ 9 വർഷക്കാലമായി ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഫൈനലായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ ഭരണസമിതി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ട സർക്കാരാണ്. രണ്ടാമത് കാര്യം, പരപ്പനങ്ങാടിലെ വിദ്യാഭ്യാസ മുന്നേറ്റം ഏറ്റവും ഫലപ്രദമായ ഒരു പദ്ധതിയായിരുന്നു LPS കോളേജ്. അബ്ദുറബ്ബ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നമുക്ക് കിട്ടിയ സാധനം കേരളത്തിലെ 3ാമത്തെ സെൻറ്ററായി അനുവദിച്ച ഒരു പദ്ധതിയാണ് LPS കോളേജ്. ആ LPS കോളേജിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ബജറ്റിൽ ഫണ്ട് നീക്കിവെക്കുകയും അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് കാര്യങ്ങൾ ഏകദേശം 50% പൂർത്തീകരിക്കുകയും അവർക്ക് വേണ്ട ഫണ്ടുകൾ ബജറ്റിൽ നീക്കിവെക്കുകയും താൽക്കാലിക കെട്ടിടത്തിൽ LPS കോളേജ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. LPS കോളേജ് എന്ന് പറഞ്ഞാൽ പോളിടെക്നിക് കോളേജ്, BTech കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കമുള്ള വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. ആ സമുച്ചയം ഈ 9 വർഷക്കാലമായി അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കാനോ
അതിൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടത്താനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ബഹുമാന്യനായ പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഖാവിനെ കാർത്തികേയനടക്കമുള്ള പരപ്പനങ്ങാടിലെ കമ്മ്യൂണിസ്റ്റ് CPM നേതാക്കന്മാർ സമീപിക്കുകയും അദ്ദേഹത്തെ കൂട്ടി മന്ത്രിയെടുത്ത് പോവുകയും അന്ന് മന്ത്രിയെടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം പറഞ്ഞിട്ട് പോലും LBS കോളേജിന് ഫണ്ട് നൽകാനോ അതിന് നടപടിയെടുക്കാൻ തയ്യാറാവാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ 9 വർഷക്കാലം ഭരിച്ചുകൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സയൻസ് പാർക്ക്, ഈ നിൽക്കുന്ന പാലത്തിങ്കൽ ന്യൂക്കോട്ട് പ്രദേശത്ത് നിൽക്കുന്ന സയൻസ് പാർക്ക് അദ്ദർബ് സാഹിബിൻ്റെ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് പരപ്പനങ്ങാടിക്ക് അനുവദിച്ച വലിയ ബൃഹത്തായ പദ്ധതിയാണ്. കേരളത്തിലെ 3ാമത്തെ സെൻറ്ററാണ്. ഈ സെൻറ്റർ നോക്കുകുത്തിയായി 9 വർഷക്കാലം ജനങ്ങളുടെ നികുതി പണം, അവരെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച ആ ഒരു നിർമ്മാണം 90% പൂർത്തീകരിച്ചിട്ടും അതിന് ഫണ്ട് നൽകാനോ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാനോ തയ്യാറാവാൻ ഈ സർക്കാർ തയ്യാറില്ല. ബഹുമാനയുടെ മന്ത്രിയെ ഞാനും MP നമ്മുടെ മജീദ് സാഹിബ് MLA അടക്കമുള്ള മജീദ് സാഹിബ് മുഖേന മന്ത്രിയെ പോയി തിരുവനന്തപുരത്ത് കണ്ടു. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി മന്ത്രിയോട് ശ്രീ ബിന്ദു മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടു, നിങ്ങളൊന്ന് സ്ഥലം കാണണം, ആ സ്ഥലം ഒന്ന് സന്ദർശിക്കണം, നിങ്ങളെ ബോധ്യപ്പെടണം. കാരണം അത്രയും സാധ്യതയുള്ളൊരു പ്രദേശമാണ് ഈ പാലത്തെങ്കൽ എന്ന് പറയുന്നത്. ആ സ്ഥലം നിരന്തരമായി ആവശ്യപ്പെട്ടുമ്പോൾ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി മന്ത്രി വന്നു. മന്ത്രി വന്നിട്ട് ആ ചിത്രം എല്ലാവരും കണ്ടതാണ്. മന്ത്രി ധിക്കാരത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് സംസാരിച്ചു പോയത്. ആ ഒരു പദ്ധതി മന്ത്രി പോയി ഇതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് അനക്കാനോ ഫണ്ട് അനുവദിക്കാനൊന്നും ഇതുവരെ തയ്യാറില്ല. ഒരു 2 സെക്യൂരിറ്റി ആളുകളെ നിയമിച്ചു എന്നല്ലാതെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാക്കുന്ന വികസനങ്ങൾ ഒരു 2 വർഷം കൊണ്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് 10 വർഷമായാൽ അന്നുണ്ടായിരുന്ന ഫണ്ടിൻ്റെ ഡബിൾ ഫണ്ട് അതിന് ചെലവ് വരും. അങ്ങനെ ജനങ്ങൾ നികുതി പണം വീണ്ടും അതിന് കൂടുതൽ ചെലവഴിക്കേണ്ടി വരികയും ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് പരപ്പനങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്ന ഒരു വിഷയം. ഈ 2 ബൃഹത്തായ പദ്ധതികൾ ഇന്ന് നോക്കുകുത്തിയായി ഒരു നടപടി എടുക്കാൻ നിൽക്കുന്നത് ഈ സർക്കാർ 9 വർഷക്കാലം 9.5 വർഷക്കാലം ഇവിടെ ഭരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, ഒരു സഹായം കിട്ടിയിട്ടില്ലാണ് അദ്ദേഹം പിന്നീട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നേരത്തെ നെടുവ ഹൈസ്കൂളിനെ സംബന്ധിച്ചിട്ടും സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തതിനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ അവിടേക്കുള്ള പഠിപ്പിക്കാൻ ആവശ്യമായുള്ള അധ്യാപകരെ പോസ്റ്റ് ഉണ്ടാക്കണോ? അതൊന്നും നടന്നിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ അതിനാവശ്യമായുള്ള കെട്ടിട നിർമ്മാണം ആവശ്യമുണ്ടല്ലോ, അതും നടന്നിട്ടില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ സമയത്ത് LDF ജനകീയ വികസന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംഘം, പ്രതിനിധി സംഘം തിരുവനന്തപുരത്ത് പോയിട്ട് 2 ദിവസം തങ്ങി നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി മുഖേന നെടുവ ഹൈസ്കൂളിന് 5 കോടി രൂപയുടെ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ഫണ്ട് അനുവദിക്കപ്പെട്ടത്. ഫിഷിംഗ് ഹാർബറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. 40 വർഷമായിട്ട് തടയപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. അതും പുനർജീവിപ്പിച്ചിട്ട് അവിടെ ആ ഹാർബർ കൊണ്ടുവന്നത് 113 കോടി 60 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടതും ഇതേ പ്രതിനിധി സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. 1770 ടിപ്പു സുൽത്താൻ പടയോട്ടം പരപ്പനങ്ങാടിയിലൂടെ നടത്തിയത്. അന്ന് 25 വർഷക്കാലം ഈ മലബാർ മൈസൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഈ ടിപ്പു സുൽത്താൻ റോഡ്, ആ ടിപ്പു സുൽത്താൻ റോഡിന് ഒരു വാഹനം പോലും പോകാൻ കഴിയാതെ പൂഴി നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് സുധാകരൻ മിനിസ്റ്റർ PWD മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 7 കോടി അനുവദിച്ചിട്ട് അത് ടാർ ചെയ്തത്. അങ്ങനെ അതേപോലെ തന്നെ ചെട്ടിപ്പടി റെയിൽവേ ഓവർബ്രിഡ്ജ്, ചരമംഗലം ഓവർബ്രിഡ്ജ് പറയാ ഇതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ കാണുന്ന പരപ്പനങ്ങാടിയുടെ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തും ഈ തവണത്തുള്ള പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്തും നമ്മുടെ ജനകീയ വികസന മുന്നണി LDFൻ്റെ പ്രതിനിധി സംഘം, ആ പ്രതിനിധി സംഘം നടത്തിയ നിവേദനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അല്ലാതെ ഇവിടുത്തെ നഗരസഭയുടെയോ അതല്ലെങ്കിൽ MLAയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അദ്ദേഹം ഈ LBS കൊണ്ടുവന്നു. LBS എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. പോളിടെക്നിക് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, മോഡൽ കോളേജ് ഉണ്ട്, അതേപോലെ തന്നെ LBSൻ്റെ സെൻ്ററുണ്ട്. ഇതടക്കം ഏകദേശം 3000-ഓളം കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായുള്ള ഒരു 30 ഏക്കർ സ്ഥലം ആവശ്യമായുള്ള ഒരു സ്റ്റഡി സെൻ്ററാണ്. പക്ഷേ അദ്ദേഹമുള്ള സമയത്ത് അവിടെ BJP-ക്കാർ ഒരു വർഗീയപരമായിട്ട് പ്രശ്നങ്ങൾ നടത്തിയ സമയത്ത് അന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല. അങ്ങനെ സ്വീകരിക്കാത്ത അതിന്റെ കാരണം അതുകൊണ്ടായിരുന്നു അന്ന് അത് നടപ്പാവാതിരുന്നത്. BJP-ക്കാരാണ്. അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക്
പൈസ കൊടുക്കേണ്ട കാര്യത്തിലോ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് നൽകേണ്ട കാര്യത്തിലോ യാതൊരുവിധ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജനകീയ പ്രക്ഷോഭ സമരം ആരംഭിച്ചുകൊണ്ട് അതിനെതിരെ സമരം നടത്തിയത്. ആ സമരം നടന്നിട്ട് പോലും അതിനൊരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും അവിടെ സർവേ നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ സർവേ നടത്തിയതിൻ്റെ ഉള്ളിലുള്ള ഭൂമി ഇപ്പോഴും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർവേ അവിടെ നടന്നിട്ടില്ല. അവിടുത്തെ ആളുകളെ ഒഴിപ്പിക്കപ്പെടുന്ന ആളുകളെ കാര്യത്തിൽ സർക്കാർ ആദ്യം തീരുമാനം എടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ആവശ്യപ്പെട്ട്. ആ ആവശ്യം പരപ്പനങ്ങാടി നഗരസഭ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP ആ സമരമായിട്ട് മുന്നോട്ട് പോയത്. ഈ പറയുന്നത് കള്ളത്തരാണ്. ഒറ്റ വീട് പോലും ഇല്ല ഈ 30 ഏക്കറയിൽ. അതൊക്കെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ്. അല്ല, പിന്നെ സമരത്തിന്റെ ആവശ്യമില്ല, പിന്നെ കുടിയൊഴിപ്പിക്കലിന്റെ പ്രശ്നം വരണില്ല അവിടെ. ഓക്കെ. പിന്നെ ഒരു നഗരമാകുമ്പോഴേ അവിടെ ധാരാളം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് സ്ത്രീകളൊക്കെ വരുന്നൊരു സ്ഥലമായിരിക്കുമല്ലോ. വിവിധ ആവശ്യങ്ങളൊക്കെ അവർ കച്ചവടത്തിനും മറ്റും പല സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും സ്ത്രീകൾ ധാരാളം യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. അവിടെ ഇപ്പോഴത്തെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് ഹാർബറിൻ്റെ വിഷയം പറഞ്ഞു. മാധ്യമത്തിൽ ടി കാർത്തികേയൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ചാപ്പുപടി ഉൾപ്പെട്ട ഹാർബർ ലീഗിൻ്റെ ആവശ്യം മാത്രമാണ്. അതായത് അന്ന് ഈ തർക്കം നിലനിൽക്കുന്ന സമയത്താണ് മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണിത്. അദ്ദേഹം അന്ന് മാത്രമല്ല, അന്ന് മേഴ്സിക്കുട്ടി അമ്മ ഫിഷറീസ് മന്ത്രിയായ സമയത്ത് അന്ന് അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി ആണ് അതിന് തറക്കല്ലിടുന്നത്. ആ തറക്കല്ലിട്ട ഹാർബർ ചാപ്പുപടി ഉൾപ്പെട്ട ഹാർബറാണ്. അതിന് നീണ്ടുപോകാനുള്ള കാരണം പ്രാദേശികമായ തർക്കമാണ്. ഒരു വിഭാഗം പറഞ്ഞു ചാപ്പുപടി ഉൾപ്പെട്ടത് വേണം, മറുവിഭാഗം പറഞ്ഞു അല്ല ആലങ്കൽ ബീച്ച് ഉൾപ്പെട്ടത് വേണമെന്നാണ്. പ്രാദേശികമായ തർക്കമാണ് അത് നീണ്ടുപോകാനുള്ള ഒരു കാരണം. അത് രാഷ്ട്രീയ വിഷയമല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നത്. ചാപ്പുപടിയും ആലങ്കലും ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഹാർബറിൻ്റെ പ്രപ്പോസൽ അംഗീകരിക്കുന്നത്. ആ അംഗീകരിച്ച പ്രപ്പോസൽ നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് വന്ന LDF സർക്കാരിൻ്റെ മേഴ്സിക്കുട്ടി അമ്മ മിനിസ്റ്റർക്ക് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ നടപ്പിലാക്കുന്ന ആവശ്യപ്പെട്ട് കത്ത് കൊടുത്ത പാർട്ടിയാണ് CPIM പരപ്പനങ്ങാടി. ആ CPIM അതിൻ്റെ കത്തിൻ്റെ കോപ്പിൻ്റെ അടുത്തുണ്ട്, ഇപ്പോഴുണ്ട്. ആ CPIM പാർട്ടിയാണ് ആ വികസനത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ചാപ്പുപടി ഉൾപ്പെട്ട ഹാർബർ വരരുത് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം. കാരണം അതിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്ന ഉദ്ദേശം. ഇനി കംഫർട്ട് സ്റ്റേഷൻ വിഷയത്തിൽ കയറാം. പരപ്പനങ്ങാടിയിൽ നമ്മുടെ ഈ കംഫർട്ട് സ്റ്റേഷന് ആവശ്യമാണ്. അത് നമ്മൾ നിലവിൽ നിർമ്മിക്കാൻ പോകുന്ന ബസ് സ്റ്റാൻഡിൽ നമ്മൾ ആ ഒരു സജ്ജീകരണം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ DPR തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് DPR സമർപ്പണവും കഴിഞ്ഞു. അത് പുതിയ ഭരണസമിതി വരുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞാൽ ആ കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആവശ്യത്തിന് പരിഹാരമാവുകയും ചെയ്യും. കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പല നഗരസഭയിലും കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തുകൂടെ മൂക്ക് ഒത്താതെ നടക്കാൻ കഴിയാത്ത ആധുനിക സജ്ജീകരണത്തോട് കൂടിയിട്ടുള്ള ഹൈടെക് ആയിരിക്കണം. അപ്പൊ നമ്മൾ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു വിശദീകരണം നൽകാനുണ്ട്. ഈ ഹാർബർ എന്ന് പറയുന്നത് പിന്നെ എവിടെയെങ്കിലും മന്ത്രിസഭയുടെ തീരുമാനത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്നതല്ല. ഒരു കടൽ ഗവേഷണ കേന്ദ്രമുണ്ട്, CWPRS എന്ന് പറഞ്ഞിട്ട്. അത് പൂനെ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അത് കടലിലെ ചുഴികളും മറ്റും വിശദമായിട്ട് പഠനം നടത്തി തിരമാലകളുടെ സഞ്ചാര ഭ്രമണപഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ തീരുമാനിക്കുക. അങ്ങനെ അവർ തീരുമാനിച്ചിട്ടുള്ള അതായിരുന്നു യഥാർത്ഥത്തിൽ അവിടെയായിരുന്നു വരേണ്ടിയിരുന്നത്. അതിന് പകരം രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ട് ഒരു ഹാർബർ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ആണ് നടത്തിയിരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാവും. ഇതേപോലെ പ്രശ്നങ്ങൾ ചോമ്പാൽ അവിടെ പ്രാദേശിക ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് എടുത്താണ്. പക്ഷേ ചില സമയങ്ങളിൽ അവിടെ വെള്ളം വാസനിച്ചിട്ടും അതേപോലെ തന്നെ മറ്റ് ചില പ്രശ്നങ്ങളും കാരണം ആ പരിസരത്ത് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് സ്റ്റഡി നടത്തി കൃത്യമായിട്ട് എവിടെയാണോ ഹാർബർ ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുന്ന സ്ഥലം ആ സ്ഥലത്താണ് ഹാർബർ വേണ്ടത് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എന്നത്തെയും തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹാർബർ ഉണ്ടാക്കിയിട്ടുള്ളത്. PWPRS 2 പ്രപ്പോസൽ നൽകിയിട്ടുണ്ട്. ഒരു പ്രപ്പോസൽ ഈ മുറിത്തോടിന് 200 മീറ്റർ മാറി തെക്കോട്ട്,
മറ്റൊരു പ്രപ്പോസൽ മുരുത്തോടിന് 100 മീറ്റർ ഇങ്ങോട്ടും ബാക്കി അല്ല, 60 അല്ല, മീറ്റർ അല്ല, അല്ല. ഈ രണ്ട് അത് പ്രപ്പോസലിൽ ഒന്ന് ചാപ്പപ്പടിയാണ്. ഈ രണ്ട് പ്രപ്പോസലിൽ ചാപ്പപ്പടിയാണ്. ചാപ്പപ്പടി ഉൾപ്പെടെ പ്രപ്പോസൽ ചാപ്പപ്പടി അംഗീകരിക്കരുതെന്ന് പറഞ്ഞ അതായത് സാധനമാണ് സദ്ദാം ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. സദ്ദാം ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലമാണ് രണ്ടാമത് നൽകിയുള്ള പ്രപ്പോസൽ. സാങ്കേതികത്ത് പറഞ്ഞാൽ മുറിത്തോടെ. അപ്പൊ ഇവര് രണ്ട് പ്രദേശത്തെ ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതായത് ആ മുറിത്തോട് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് ആ ഞങ്ങളുടെ കാഴ്ചപ്പാട്. മുറിത്തോടിന്റെ തെക്ക് ഭാഗത്ത് വരണമെന്നാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത്. അതാണ് പക്ഷേ ഇപ്പോ അത് വളരെ പക്ഷെ മുറിത്തോട് കഴിഞ്ഞ് വടക്കോട്ട് ഇത് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പൊ അത് വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നുള്ളത്. അതിനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. നമ്മൾ കുടിവെള്ള പ്രശ്നം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളണം ഭാഗത്ത് ഒരു ജലജീവൻ സംവിധാനം നഗരസഞ്ചയം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഹാർബറൊക്കെ പറഞ്ഞല്ലോ, ഈ കടലോര പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് നമ്മുടെ എന്തുകൊണ്ടാണ് കടലോര 22 കോടി രൂപയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ട്രീറ്റ് ചെയ്ത വെള്ളം ഈ പ്രദേശത്ത് മുഴുവനും സപ്ലൈ ചെയ്യാൻ കഴിയും. ചാപ്പപ്പടി ഭാഗത്ത് ട്രീറ്റ് ചെയ്ത വെള്ളം സംഭരിക്കാനുള്ള ജലസംഭരണിയാണ് 15 കോടി രൂപയുടെ ജലസംഭരിശാലയാണ് വരുന്നത്. അത് വരുന്നതുകൂടി ചാപ്പപ്പടിയും അതേപോലെ തീരദേശ പ്രദേശത്തുള്ള ആളുകൾക്ക്, ജനങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത വെള്ളം സൗജന്യമായി BPL കുടുംബങ്ങൾക്ക് 30,000 ലിറ്റർ മാസം നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ഈ വരാൻ പോകുന്നത്. അതൊരു വർഷത്തിനുള്ള ആ പദ്ധതി പൂർത്തീകരിക്കും. നഗരസഭയുടെ പദ്ധതി അല്ല, കുടിവെള്ളത്തിന്റെ നഗരസഭയുടെ പ്രൊജക്ട് അല്ല. അത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ മുഖേന വരുന്ന പദ്ധതിയാണ്. ഈ പ്രധാനമന്ത്രി കുടിവെള്ള പദ്ധതി 40% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും 20% മുനിസിപ്പാലിറ്റിയാണ് വഹിക്കുന്നത്. ഒരേ സമയത്ത് 5 വർഷം ആരംഭത്തിൽ താനൂര്, തിരൂരങ്ങാടി, വള്ളിക്കുന്ന് ഒരേ സമയത്ത് പാസ്സായിട്ട് ഇന്നേ വരെ അതിൻ്റെ ടാങ്കിൻ്റെ പണി പോലും പരപ്പനങ്ങാടി നഗരസഭേൻ്റെ ഈ മുസ്ലിം ലീഗിൻ്റെ പടലപ്പിണക്കം കാരണം പണി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് എം പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ 60 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അതേസമയം തിരൂരങ്ങാടിയിലും താനൂരും 95% ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്, പള്ളിക്കുന്നുണ്ട്. പക്ഷേ പരപ്പനങ്ങാടിയിൽ ഇന്നേ വരെ പൈപ്പ് ലൈൻ്റെ പണി പോലും പരപ്പനങ്ങാടിയിലുള്ള മുഴുവൻ വീടുകൾക്കും ശുദ്ധജല പൈപ്പ് വിതരണം ചെയ്യേണ്ട, ശുദ്ധജലം കൊടുക്കേണ്ട ഒരു പദ്ധതി ആണ് ഈ പരപ്പനങ്ങാടി നഗരസഭേൻ്റെ മാത്രം അനാസ്ഥ കൊണ്ട് 4 സ്ഥലത്ത് ഒരേ സമയത്ത് പാസ്സായിട്ട് പോലും പരപ്പനങ്ങാടി നഗരസഭ ഭരിക്കണ മുസ്ലിം ലീഗിൻ്റെ പടലപ്പണക്കം 2 സമയത്ത് 2 ചെയർമാനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസനം ഇവിടെ നടക്കാതെ ഇപ്പോഴും എന്നിട്ട് അവസാനം 45 വാർഡുകളിൽ 15 കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് കുടിവെള്ള പൈപ്പ് വിതരണം ചെയ്തിട്ടുള്ളൂ. പക്ഷെ പൈപ്പിന്റെ പണി ഇതേവരെ ആരംഭിച്ചിട്ടില്ല. അതേപോലെ ടാങ്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. അത് പരപ്പനങ്ങാടി നഗരസഭേന്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ്. കുടിവെള്ളം പോലും കൊടുക്കേണ്ട കാര്യത്തിൽ പരപ്പനങ്ങാടി നഗരസഭ കാണിക്കണ അനാസ്ഥ വെറുതെ സംസ്ഥാന സർക്കാരിനെ മറ്റുള്ള കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. പാസ്സായ ഒരു പദ്ധതി പോലും ഈ 5 വർഷം കൊണ്ട് പൈപ്പ് ലൈൻ്റെ പണി സമീപ പ്രദേശത്തുള്ള നഗരസഭകളും പഞ്ചായത്തും ആരംഭിച്ചിട്ട് പോലും ആരംഭിച്ചിട്ടില്ല. പരപ്പനങ്ങാടിലെ ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇവർ പറഞ്ഞത്. അത് പിന്നെ സംസ്ഥാന സർക്കാരിനെ പറയുമ്പോൾ ആർക്ക് ജയദേവട്ടൻ BJP-ക്കാരന് പോളുണ്ട്. മനസ്സിലായി? അത് പരപ്പനങ്ങാടി പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്ന ഇവർ തന്നെ പറയണത് ഒരു ഡിവിഷനിൽ 15 കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് കണക്ഷൻ കൊടുത്തെന്ന്. അതിന് ഉത്തരം അവർ തന്നെ പറഞ്ഞു. പിന്നെ മറ്റുള്ള പൈപ്പ് ലൈൻ നിങ്ങൾ സംസാരിക്കല്ലേ, വള്ളിക്കുന്ന് പഞ്ചായത്താണ്, അവിടെ ഈ സ്കീമില്ല. അത് അതിന്റെ പ്രാഥമിക അറിവെങ്കിൽ നമുക്ക് വേണം സംസാരിക്കുമ്പോൾ. വള്ളിക്കുന്ന് ഉള്ള സ്കീം ഇതല്ല. വള്ളിക്കുന്നിൽ ജലജീവൻ മിഷനാണ്. അതിന് ഫണ്ട് കൊടുക്കാത്തതിന്റെ പേരിൽ റോഡൊക്കെ പൊളിഞ്ഞ് അവിടെ ആകെ പ്രശ്നമാണ്. മനസ്സിലായ? ഇവിടെ നടക്കുന്ന പദ്ധതി നഗരസഞ്ചയം പദ്ധതി, അമൃത് പദ്ധതിയാണ്. രണ്ട് പദ്ധതിയാണ്. ഗ്രാമ പഞ്ചായത്തുകൾ നടക്കുന്ന പദ്ധതി നഗരസഞ്ചയം പദ്ധതി. അതായത് ഈ പദ്ധതി രണ്ടും കുടിവെള്ളത്തിന് കൊടുക്കാനുള്ള, പക്ഷേ നഗരസഭയ്ക്ക് വേറെ പദ്ധതിയും നഗരസഭയ്ക്ക് നഗരസഞ്ചയം പദ്ധതിയാണ്. രണ്ടും ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ്. ജലജീവൻ മിഷൻ പദ്ധതിക്ക് ഫണ്ട് കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെ കരാറുകാരെ പഞ്ചായത്തുകൾ പോയി അവിടെ റോഡ് പൊളിച്ച് വലിയ പ്രശ്നമാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഏത് പദ്ധതി എന്നില്ല, കുടിവെള്ളം കിട്ടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതായത് ഈ 2 പദ്ധതിയും പരപ്പനങ്ങാടിയിലെ 3 പദ്ധതിയും പരപ്പനങ്ങാടി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതിന് കാരണം എന്താ അറിയോ? അല്ല, പരിഹാരം ആവാത്ത കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പുഴപ്പുറമ്പോക്ക് ഭൂമിയാണ്. ഈ പുഴപ്പുറമ്പോക്ക് ഭൂമി ഏകദേശം 1 ഏക്കർ ഭൂമി
പഞ്ചായത്ത് ആവുന്ന സമയത്ത് പഞ്ചായത്ത് വേലി കെട്ടി സംരക്ഷിച്ച ഭൂമിയാണ്. ഈ ഭൂമി നിലവിൽ റീസർവ് കഴിഞ്ഞപ്പോൾ റീസർവ് നമ്പർ കിട്ടാത്തതിൻ്റെ ഫലമായി ഇതിന് ബൗണ്ടറി നിശ്ചയിക്കാൻ സാധിച്ചില്ല. നിരന്തരമായി നമ്മൾ ഈ വിഷയത്തിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സമർപ്പിച്ചു. റവന്യൂ മന്ത്രിയെ ഞാൻ തന്നെ നേരിട്ട് പോയി കണ്ടു, MLA കണ്ട് സംസാരിച്ചു. എന്നിട്ട് 2 വർഷക്കാലമായി ഈ റീസർവേ ഭൂമി ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഫലമായി അവസാനം കലക്ടറടുത്ത് പോയിട്ട് ഈ പദ്ധതി എങ്കിലും നടത്താനുള്ള ഒരു അനുമതി തരുന്ന ആവശ്യപ്പെട്ടതിൻ്റെ ഫലമാണ് കലക്ടറുടെ പ്രത്യേക സാങ്ഷനിൽ റീസർവേ നടക്കാത്ത ഭൂമിയിൽ കലക്ടറുടെ പ്രത്യേക ഉത്തരവിൽ നമ്മൾ ഈ നിർമ്മാണം ആരംഭിച്ചത്. അതാ ഓക്കെ. ഇനി നമുക്ക് നിങ്ങളുടെ ഈ ഭരണസമിതിയെ സംബന്ധിച്ച് എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് നോക്കാം. ഈ കേരള വിഷൻ്റെ ഒരു പ്രോഗ്രാം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിൻ്റെ പോരായ്മകളും ഭരണ നേട്ടങ്ങളും ഉൾക്കൊണ്ട് അതിൽ ചർച്ച ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ LDFൻ്റെ നേതാവ് പറഞ്ഞു, കാർത്തികൻ പറഞ്ഞു, അതേപോലെ സമയത്ത് ലീഗിൻ്റെ നേതാവ് ചെയർമാൻ പറഞ്ഞു, BJP നേതാവും പറഞ്ഞു. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ലൈനുകൾ സംസാരിച്ചു. അതിൻ്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് പറയുന്ന പ്രതിപക്ഷ നേതാവ് അതിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെ അക്കമിട്ടിട്ട് അതിന് തടയുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കണ്ടേ, ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കണ്ടേ എന്താണ് ഇത്ര കാലം ഈ പരപ്പനങ്ങാടി പഞ്ചായത്ത് മുതൽ മുനിസിപ്പാലിറ്റി വരെ ഉണ്ടായിട്ട് ഈ പ്രദേശത്തേക്കുള്ള നേട്ടം എന്താണെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്ത് ചെയ്തു എന്നുള്ളതാണ്. താൽക്കാലികം ഇവിടെ റോഡ് ഉണ്ടായിരിക്കാം, ഒരു ചെറിയ റോഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ താൽക്കാലികം ഇവിടെ പല രീതിയിലുള്ള ഒരു വെള്ള പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏത് വിധേനയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വന്നു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് വേറൊന്നും കൂടി ഒരു നമ്മളെ ന്യൂക്കട്ട് ഭാഗത്തൊരു ബാലനിരീക്ഷണ കേന്ദ്രമുണ്ട്. അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ചെയർമാൻ പറഞ്ഞു. എന്താണ് LDFൻ്റെ ഉദാശൂന്യത കൊണ്ടാണ് ഇത്ര ദീർഘമായി ദീർഘിച്ചു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാര്യം? ആ കാര്യം ഒരു പ്രദേശത്ത് ഒരു വികസനം വരുന്നതിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ MLAയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും അത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഭരണകർത്താക്കൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോടാണ്. ഞാനൊരു വിദ്യാർത്ഥി വിഭാഗത്തിനെ പ്രതിനിധിക്കുന്ന ആളാണ്. ഞാൻ ഇവിടുത്തെ വിദ്യാർത്ഥി ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡർ കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പരപ്പനങ്ങാടിയിലെ LBS കോളേജ്. ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ഏകദേശം 9 വർഷത്തോളമായി അതൊരു വാടക കെട്ടിടത്തിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിവേദനം കൊടുക്കാൻ വേണ്ടി മാത്രം 2 ദിവസം തിരുവനന്തപുരത്ത് പോയി താമസിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി നിവേദനം കൊടുത്തു, മന്ത്രിനെ കണ്ടു. ഞങ്ങൾക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ റിസൾട്ട്. ഇത്രയും കാലമായിട്ട് ആ LBS കോളേജ് ഒരു വാടക കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കാൻ കാരണം എന്താണ്? 9 കൊല്ലമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെറുവിരൽ അനക്കാൻ സാധിച്ചു? 31 ഏക്കർ 60 സെൻറ്റ് സ്ഥലമായിരുന്നു LBS നിർദ്ദിഷ്ട LBS IAST സമുച്ചയത്തിന് വേണ്ടിയിരുന്നത്. ആ സ്ഥലം അളന്നെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സാഹിബ് മന്ത്രിയായിട്ട് പോലും അദ്ദേഹം തയ്യാറായില്ല. പ്രാദേശിക എതിർപ്പിനെ മറികടന്നിട്ട് ഏറ്റെടുക്കാമായിരുന്നു. ഒരു വീട് പോലും അവിടെ ഒഴിപ്പിക്കാനില്ലായിരുന്നു. ഒറ്റ വീട് പോലും ഒഴിപ്പിക്കാനില്ലായിരുന്നു. അതിനുശേഷം LDFൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മന്ത്രിസഭയിൽ സമ്മർദ്ദം ചെലുത്തി വിട്ടുതരാൻ തയ്യാറായിട്ടുള്ള 15.5 ഏക്കർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കുറ്റിയടിച്ചു. ബാക്കി 15 ഏക്കർ സ്ഥലം അവർ വിട്ടുതരാൻ തയ്യാറില്ല. അത് അക്വിസിഷൻ ആക്ട് കൂടെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ക്രൂരമായിട്ടുള്ള അവഗണന. ആ അവഗണന തുടർന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരായിട്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അത് ഭൂമി ഏറ്റെടുക്കാനുള്ള ഫണ്ട് 150 കോടി രൂപ ആ LBSൻ്റെ IAST സമുച്ചയത്തിന് ആവശ്യമാണ്. ആ തുകയുടെ അപര്യാപ്തത കാരണമാണ് നീണ്ടുപോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണയും പോയിരുന്നു. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഫണ്ട് അനുവദിക്കുകയാണ് എന്നാണ് അവിടുന്ന് കിട്ടിയ മറുപടി. ബജറ്റിൽ പോലും ബജറ്റിൽ പോലും ഒരു രൂപ പോലും നീക്കി വെക്കാൻ തയ്യാറായില്ല. ആദ്യം ഒരു പദ്ധതി ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ബജറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ പദ്ധതി ഫണ്ട് നീക്കി വെക്കണം. ആ ഫണ്ട് പോലും നീക്കി വെക്കാൻ ഈ സർക്കാർ തയ്യാറാവാത്ത അതിന്റെ പ്രശ്നം. ബജറ്റ് വിഹിതമില്ലാതെ എങ്ങനെയാണ് ഫണ്ട് കൊടുക്കുക? LBSന് ഭൂമി ഏറ്റെടുക്കുന്ന ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് ബജറ്റിൽ പരാമർശമുണ്ടായിരുന്നു.
പരാമർശമുണ്ടായിരുന്നു. ടോക്കൺ എമൗണ്ട് അതിൽ വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് നീണ്ടുപോയി. സാമ്പത്തിക പ്രതിസന്ധി കാരണം നീണ്ടുപോയതാണ്. പക്ഷേ അതിന് നഗരസഭയുടെ അനാസ്ഥയ്ക്ക് അതിന് മറുപടിയല്ല. ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി 9 വർഷക്കാലമായിട്ടുള്ള ഒരു ടോക്കൺ പ്രൊവിഷൻ വെച്ചില്ല, 1 രൂപ പോലും വെച്ചില്ല, പരാമർശം മാത്രമേ. അതിന് എന്ത് MLA എന്നുള്ള നിലയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നഗരസഭ എന്നുള്ള നിലയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? MLA എന്നുള്ള നിലയിലും നഗരസഭ എന്നുള്ള നിലയിലും LPS IAS എന്ത് നടപടിയാണ് പരപ്പനങ്ങാടി നഗരസഭയുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട കാർത്തിയേട്ടൻ പറഞ്ഞത് ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ കൊടുത്തെന്നാണ്. പക്ഷേ താനൂർ ഗവൺമെൻറ് കോളേജിന് അവിടെയുള്ള ഇല്ലീസ് ഗഫൂറിൻ്റെയും വി അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെയും സഹോദരങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ട് ഉണ്ടല്ലോ. ഈ ഫണ്ടിന് എന്താ ഫണ്ടില്ലാത്തത്? ലില്ലീസ് ഗഫൂറിൻ്റെയും വി അബ്ദുറഹ്മാൻ മന്ത്രിയുടെയും സഹോദരന്മാരുടെ ഭൂമി ഏറ്റെടുക്കാൻ ഈ സർക്കാരിൻ്റെ ഫണ്ടുണ്ട്. പരപ്പനങ്ങാട് LBS കോളേജിന് ഫണ്ടില്ലാത്ത എന്തുകൊണ്ടാണ്? ഇവർ ശ്രമിക്കാത്തതുകൊണ്ടല്ലേ? ശ്രമിക്കാത്തതുകൊണ്ടല്ലേ? അതിനെന്ത് മറുപടിയാണ് പറയാനുള്ളത്? കേരളത്തിൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട്. ഈ ഒരു വിഷയം മാത്രം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ഒരു വികസനം നടന്നിട്ടില്ല എന്ന് പറയാൻ പാടില്ല. പരപ്പനങ്ങാടിയാണ് ചർച്ച. ഈ ഇലക്ഷനിൽ അതായത് പരപ്പനങ്ങാടി ചർച്ച നടത്തുന്ന സമയത്ത് സഹോദര ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ടുള്ള സർക്കാരിന് പരപ്പനങ്ങാടിയിലെ ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പരപ്പനങ്ങാടി LPSന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി MLAയുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ പരപ്പനങ്ങാടി നഗരസഭയുടെ നേതൃത്വത്തിലും ഈ പരപ്പനങ്ങാടിയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ഇവർ എന്തുകൊണ്ട് തയ്യാറായില്ല? നിയമസഭയിലല്ല, പരപ്പനങ്ങാടിക്കാരുടെ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു സമവായം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോകാനുള്ള MLA നിരന്തരമായി വിഷയം ഉന്നയിച്ചിരുന്നു. ക്രെഡിറ്റ് കിട്ടരുത് എന്ന് കരുതിക്കൊണ്ട് പരപ്പനങ്ങാടിയുടെ വികസനം എല്ലാ സർവകക്ഷികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നിവേദക സംഘം എന്തുകൊണ്ട് വിദ്യാഭ്യാസ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറയണ്ടേ? ഉമ്മർ സാഹിബ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പരപ്പനങ്ങാടിയിലെ ഓവർബ്രിഡ്ജിനെ സംബന്ധിച്ചിട്ട് വലിയ ഒരു വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായി. ആദ്യം പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ലില്ലീസ് കപൂറിന്റെ വി അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പറയുന്നു നമ്മളെ നിവേദന സംഘം പോകണമെന്ന്. രണ്ടിലൊന്നിൽ പിടിച്ചു. പരപ്പനങ്ങാടി പഞ്ചായത്ത് നേതൃത്വത്തില് ഒരു സർവകക്ഷി സംഘം ഉണ്ടാക്കി. പ്രൊഫസർ കൺവീനറാക്കിയിട്ട് ഒരു സംഘം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകിയതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ ഓവർബ്രിഡ്ജിന് ഫണ്ട് അനുവദിച്ചത്. അതേപോലെ പരിശ്രമം നടത്താൻ ബഹുമാനപ്പെട്ട MLAക്ക് ക്രെഡിറ്റ് കിട്ടരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് സമുന്നത നേതാവുമായ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ കൂട്ടി കാർത്തികേട്ടനടക്കമുള്ള ആളുകൾ മന്ത്രിയെ കണ്ടിരുന്നത്. നടക്കാത്തത് ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ട് സർക്കാരിന് പരസ്പരകാല വിദ്യാർത്ഥിയുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നത് തിരിച്ചറിയുമെന്ന് നമ്മൾ ജനത്തിന് വിട്ടുകൊടുക്കാം. നമ്മൾ 11-ാം തീയതി എല്ലാവരും ബൂത്തിൽ പോയിട്ട് അവരുടെ ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ. ചർച്ചകളൊക്കെ ഇനി ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. എന്താണ് കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെ കൊണ്ടാത്തതൊക്കെ കുറ്റം മുനിസിപ്പാലിറ്റിക്ക്. തീർച്ചയായിട്ടും പറഞ്ഞു കുറെ നിവേദനങ്ങൾ കൊടുത്തിട്ടാണ് പിന്നെ വികസനങ്ങൾ വന്നതെന്ന്. ഇപ്പൊ വരാത്തതിനൊക്കെ നിവേദനം കൊടുത്തിട്ട് നിങ്ങള് അതെന്താ വരാത്തത്? പിന്നെ ബസ് സ്റ്റാൻഡിൽ നിങ്ങള് ജമാലാക്കാന്റെ ഭൂമി ഏറ്റെടുത്തപ്പം അതിന് വിയോജനക്കുറിപ്പ് ഏർപ്പെടുത്തി. തീർച്ചയായിട്ടും അപ്പൊ ബസ് സ്റ്റാൻഡ് മുടക്കിയത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോഴുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസ് പൊളിക്കാനുള്ള അനുമതിക്ക് അത് 2 കൊല്ലം മുടക്കി. അതും അപ്പൊ പരപ്പനങ്ങാടി വികസനം തടയുന്നത് നിങ്ങൾ തന്നെയാണ്. വികസനത്തിന് തടസ്സം മുസ്ലിം ലീഗിന്റെ സമീപനമാണ്. നമുക്ക് ചർച്ചകളൊക്കെ ജനം നടത്തട്ടെ. നമുക്ക് മറ്റൊരു നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.